ഹായ്, ഐ എം റഷീദ് അലി, ഓവർസീസ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻറ്റ്. ഇന്ന് നമ്മുടെ അതിഥിയായിട്ടുള്ളത് രണ്ട് യുവ ഡോക്ടേഴ്സാണ്. ഡോക്ടർ ദിനൂപ്, ഡോക്ടർ റസീം. ഇവര് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് വിദേശത്ത് മെഡിക്കൽ പഠനത്തിന് പോയി, പ്രോഗ്രാം കഴിഞ്ഞു, തിരിച്ചു വന്നു. നിങ്ങൾക്കറിയാം, തിരിച്ചു വന്നു കഴിഞ്ഞാൽ FMGയുടെ എക്സാം ക്ലിയർ ചെയ്യണം. ആ എക്സാം കമ്പാരിറ്റീവ്ലി ടഫാണ്. എന്നിരുന്നാലും അവരുടെ ഹാർഡ് വർക്ക് കൊണ്ട് അവർ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു എക്സാമിനെ പറ്റി അവർക്ക് അനുഭവപ്പെട്ട് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം ഇനിയും വിദേശത്ത് ഒത്തിരി പിള്ളേർ, എജ്യൂസോണിൻ്റെ തന്നെ പിള്ളേർ കുറേ ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്, ഇനി പോകാൻ ഉദ്ദേശിക്കുന്നവരുണ്ട്. അവരൊക്കെ ഒരു നോക്കുന്ന ഒരു കടമ്പയായിട്ട് കാണുന്ന ഒരു എക്സാം തന്നെയാണ് FMG. നമുക്ക് അവരുടെ അടുത്ത് ഇതിൻ്റെ വിശേഷങ്ങൾ ജസ്റ്റ് ഒന്ന് ചോദിച്ചറിയാം. ഹായ്, ദിനൂപിന് എന്താണ് ഈ എക്സാമിനെ പറ്റിയിട്ട് പറയാനുള്ളത്? ഇനി എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്ന സ്റ്റുഡൻസ് ഉണ്ട്, ഈ എക്സാം എഴുതിയിട്ട് നിർഭാഗ്യവശാൽ കിട്ടാത്തവരുണ്ട്. അവർക്കൊക്കെ ജസ്റ്റ് ഒരു ഓവറോൾ ഈ എക്സാമിനെ പറ്റിയിട്ട് എന്താണ്? ഓവറോൾ MCQ നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ അത്യാവശ്യം 150 ക്രാക്ക് ചെയ്യാൻ പറ്റും. MCQ കോൺസെൻട്രേറ്റ് ചെയ്യണം, തിയറി മാത്രം നോക്കിയിട്ട് കാര്യമില്ല. MCQ കോൺസെൻട്രേഷൻ. ദിനൂപ് എങ്ങനെയാണ്, ദിനൂപിന്റെ മെത്തേഡ് എങ്ങനെയാണ് നീ പഠിച്ചത്? നീ എത്രത്തോളം പ്രിപ്പയർ ചെയ്തു? നമ്മളിപ്പോ എല്ലാവരും കിട്ടിയ എല്ലാവരും ഇപ്പൊ ലാസ്റ്റ് 1 ഇയർ അവിടുന്ന് പ്രിപ്പയർ ചെയ്തു. പേഴ്സണലി പ്രിപ്പയർ ചെയ്തു, ലൈബ്രറി പോയി എല്ലാവരും ചെയ്തതാണ്. ഫസ്റ്റ് അറ്റംപ്റ്റ് ഏകദേശം 17 പോയിന്റ് പിള്ളേർക്ക് കിട്ടി. എല്ലാവരും ബുക്കില് സ്റ്റഡി റൂം അല്ലെങ്കിൽ ലൈബ്രറി യൂസ് ചെയ്തിട്ട്. എത്ര സമയം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓരോ ദിവസം ഏകദേശം? ആദ്യത്തെ 6 months ഒക്കെ കുറവായിരുന്നു. ലാസ്റ്റിലത്തെ 6 months എല്ലാവരും ഇതില് ഏത് ഭാഗത്തു നിന്നാണ് മെയിൻ ആയിട്ട് ക്വസ്റ്റ്യൻ വന്നത് ഇപ്രാവശ്യം? അത് ശരിക്കും അങ്ങനെ പറയാൻ കഴിയില്ല, കാരണം ഓരോ പ്രീവിയസ് ഇയർ നോക്കുമ്പോൾ ഇങ്ങനെ മാറി അങ്ങനെ ഇന്ന ഏരിയ ഫോക്കസ് ചെയ്തിട്ട്. പക്ഷെ ക്ലിനിക്കലാണ് കൂടുതൽ ഇപ്രാവശ്യം ക്ലിനിക്കലിന് കൂടുതൽ. ഇപ്രാവശ്യം ലാസ്റ്റ് ഇയറിന് അപേക്ഷിച്ച് കമ്പാരിറ്റീവ് കുറച്ച് വ്യത്യാസം കണ്ടെന്നു. വ്യത്യാസമുണ്ട്. ഇപ്പൊ കുറച്ചും കൂടെ ടഫായിരുന്നു ശരിക്കും. പൊതുവെ ഉണ്ടാവുന്ന PYQs അധികം വന്നില്ല. ഡോക്ടർ റസീൻ എന്താണ് പറയാനുള്ളത്? പഠിച്ച ടഫ് എക്സാം ഒന്നല്ല, നമ്മള് അനുസരിച്ച് വർക്ക് ചെയ്താൽ മതി, ക്വസ്റ്റ്യൻസ് ചെയ്താൽ മതി. അപ്പോ പാസ്സാവല്ലേ നമ്മളെ കാര്യം. അപ്പോ മെയിൻ ആയിട്ട് ഓരോ സബ്ജക്റ്റിന് വെയിറ്റേജ് ഉണ്ട്. നമുക്ക് ഒരു റഫ് വെയിറ്റേജ് കിട്ടും നമ്മൾ നെറ്റിലൊക്കെ നോക്കിയാൽ. അതനുസരിച്ച് ആ സബ്ജക്റ്റിന് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചാൽ നമുക്ക് കുറെ മാർക്ക് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ 19 സബ്ജക്റ്റ് ഒന്നും വരുമല്ലോ. പക്ഷേ ഓരോ സബ്ജക്റ്റിന് വേറെ വേറെ വെയിറ്റേജുകളാണ് ഇതുവരെ കണ്ട ട്രെൻഡ്. ഓരോരോ മാറലുണ്ട്. നമ്മള് കുറച്ചും കൂടി വലിയ വലിയ ടോപ്പിക്കിന് തലം കൊടുത്ത് പഠിച്ചാൽ നമുക്ക് കാര്യം കയറാവുന്നുള്ളൂ. ഞാൻ തന്നെ പറഞ്ഞവര് ചൈനയിൽ പഠിച്ചിരുന്നു. പിന്നെ കുറച്ച് സമയമല്ലേ കിട്ടിയുള്ളൂ? ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് കുറച്ച് സമയം, 2 മാസം സമയം കിട്ടിയുള്ളൂ. മാക്സിമം PYQസും കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു. പിന്നെ ഇനി ഇവിടെ നെക്സ്റ്റ് പ്ലാൻ എന്താ? ഇവിടെ ഒന്ന് ഇന്റേൺഷിപ്പ് ചെയ്യണം അല്ലേ? ഇവിടെ രജിസ്ട്രേഷൻ കഴിഞ്ഞ ശേഷം ഇന്റേൺഷിപ്പ് ചെയ്യണം, എന്നിട്ട് പെർമനന്റ് രജിസ്ട്രേഷനിലേക്കാണ്. ഇപ്പോൾ നിങ്ങളുടെ ഈ കാലയളവിൽ എജ്യൂസോണിന്റെ സപ്പോർട്ട് എങ്ങനെയാണ്? നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ? ഡോക്ടർ നിംഷാദും എല്ലാവരും നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാക്സിമം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കോഡിംഗ് ഉണ്ടായിരുന്നു സ്റ്റാർട്ട് മുതൽക്ക് എൻഡ് വരെ. എങ്ങനെയാണ് ഒരു പേഴ്സണലി നിങ്ങൾക്ക് വേറൊരാൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുമോ എജ്യൂസോണിനെ? അതാണ് തീർച്ചയായിട്ടും. എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ഉണ്ട്, പോകാൻ കഴിയുന്നവരെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അത് യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി പിന്നെ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ അങ്ങനത്തെ കാര്യങ്ങള് എല്ലാത്തിനും ഡോക്ടർ ചെയ്തത്. ഓക്കെ, ഇനി പോവാൻ ഉദ്ദേശിക്കുന്ന സ്റ്റുഡൻസ്, കാരണം ഇനി അവർക്ക് എന്തെങ്കിലും മെസ്സേജ് പാസ് ചെയ്യാൻ പറ്റുന്നത്? കാരണം ഈ ഒരു എക്സാം മാത്രമല്ല, ഇനി അങ്ങോട്ടും FMGയുടെ കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ മാറി വരുന്നുണ്ട് അല്ലേ? ഞാൻ തന്നെ സ്റ്റുഡൻസിന് പറയും, ഇനിയുള്ളത് പോലെയല്ല അങ്ങോട്ട്. കാരണം ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഈ ബിയർ ബാറും അതുപോലെ തന്നെ പിന്നെ എന്താ പറയാ ഇന്റേൺഷിപ്പിന്റെ ഫോർമാലിറ്റീസ് ഒക്കെ മാറി വരുന്നുണ്ട്. നിങ്ങൾ പേഴ്സണലി എന്താണ് ഒരു അഡ്വൈസിന്റെ കൊടുക്കാൻ പറ്റില്ല? പുറത്ത് പോകുന്നതിനെ കൊണ്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, പക്ഷെ എല്ലാം കറക്റ്റ് അന്വേഷിച്ച് പോകണമെന്നില്ല. അത്രയില്ല, ബേസ് ഒരു അന്വേഷണം ഉണ്ടാവണമെന്നില്ല. നമുക്ക് എല്ലാ രീതിയിലും അറിയാം. യൂണിവേഴ്സിറ്റിയെ പറ്റിയും അതുപോലെ ഒരു ഏജൻസി ത്രൂ പോകുന്നത് നല്ലതാണെന്നാണ് തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഷെയർ ചെയ്ത് തന്നതിന് നമുക്ക് വളരെ നന്ദിയുണ്ട്.
ഇനി അങ്ങോട്ടും. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ജസ്റ്റ് MBBS ആയിട്ടുള്ളൂ, ഇനി PG വേണം, അതിൻ്റെ അപ്പർ ലെവൽ വേണം, എല്ലാം ഇനി അങ്ങോട്ട് ചെയ്യാൻ പറ്റട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, താങ്ക് യു.